ഷോപ്പിംഗ് മാളുകളിലെത്തി മോഷണം നടത്തുന്ന ദമ്പതികളെ കേരള പോലീസ് പിടികൂടി. കഴിഞ്ഞ ദിവസം കോഴിക്കോട് ലുലു മാളിലാണ് മോഷണം നടന്നത്. കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശിനി ഷാഹിന, ഭർത്താവ് കാസർഗോഡ് തൃക്കരിപ്പൂർ സ്വദേശിയായ ഫസൽ റഹ്മാൻ എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് ലുലു മാളിൽ എത്തിയ ദമ്പതികൾ മാൾ മുഴുവൻ കറങ്ങി നടന്നു. ഉച്ചയായപ്പോൾ ഇരുവരും നിസ്കരിക്കാൻ വേണ്ടി മാളിനകത്തു തന്നെയുള്ള നിസ്കാരമുറിയിലേക്ക് പോയി. ഷാഹിന നിസ്കരിക്കാൻ കയറിയപ്പോൾ ആ മുറിയിൽ കൈക്കുഞ്ഞുമായി ഒരു യുവതിയും നിസ്കരിക്കാനുണ്ടായിരുന്നു. കുഞ്ഞിനെ ഒരു ഷാളിൽ പൊതിഞ്ഞ് അവിടെ കിടത്തിയാണ് യുവതി നിസ്കരിക്കാൻ തുടങ്ങിയത്. തൊട്ടപ്പുറത്തു തന്നെയാണ് ഷാഹിനയും നിസ്കരിക്കാനിരുന്നത്. നിസ്കാരം കഴിഞ്ഞപ്പോൾ കുഞ്ഞ് കരയുന്നത് കേട്ട് യുവതി പെട്ടെന്ന് കുഞ്ഞിൻ്റെ അടുത്തേക്ക് ചെന്നു. കുഞ്ഞിനെ കണ്ടപ്പോൾ യുവതി ഞെട്ടിപ്പോയി. കുഞ്ഞിൻ്റെ കഴുത്തിലുണ്ടായിരുന്ന 1.5 പവൻ്റെ മാല കാണാനില്ലായിരുന്നു. അപ്പോഴാണ് തൻ്റെ തൊട്ടടുത്ത് ഇരുന്ന് നിസ്കരിച്ച യുവതിയെയും കാണുന്നില്ല എന്ന് ആ അമ്മ മനസ്സിലാക്കിയത്. ഉടൻ തന്നെ കുഞ്ഞിനെയും എടുത്ത് യുവതി മാല നഷ്ടപ്പെട്ട വിവരം സെക്യൂരിറ്റിക്കാരെ അറിയിച്ചു. അതോടെ നിസ്കാര ഹാളിലും പുറത്തുമുള്ള എല്ലാ CCTV ക്യാമറകളും മാളിലെ ജീവനക്കാർ പരിശോധിച്ചു. ഷാഹിന നിസ്കാരമുറിയിലേക്ക് കയറിപ്പോകുന്നതും തിരികെ ധൃതിയിൽ പുറത്തേക്ക് പോകുന്നതും CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ അവർ മനസ്സിലാക്കി. മാത്രമല്ല, ഈ ദമ്പതികൾ നിസ്കാരമുറിയുടെ അടുത്ത് കുറേ സമയം കറങ്ങി നടക്കുന്ന ദൃശ്യങ്ങളും ഇവർക്ക് ലഭിച്ചു. തുടർന്ന് ഈ ദൃശ്യങ്ങൾ സഹിതം യുവതി കോഴിക്കോട് കസബ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി. പ്രതികളുടെ ദൃശ്യങ്ങൾ കിട്ടിയ കസബ പോലീസ് ദൃശ്യങ്ങൾ ഉപയോഗിച്ച് പോലീസിലെ ക്രൈം ഡാറ്റാബേസ് പരിശോധിച്ചു. അപ്പോൾ പ്രതികളുമായി സാമ്യമുള്ള ഫോട്ടോകൾ ക്രിമിനൽ ഗാലറിയിൽ നിന്നും ലഭിച്ചു. 2018 കോഴിക്കോട് തന്നെയുള്ള ഹൈലൈറ്റ് മാളിൽ ഇത്തരത്തിൽ നിസ്കാരമുറിയിൽ നിന്നും ഒരു കുഞ്ഞിൻ്റെ കഴുത്തിൽ നിന്നും മാല മോഷ്ടിച്ച കേസിലെ പ്രതികളാണ് ഇവർ എന്നതടക്കമുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചു. തുടർന്ന് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തി. മോഷണം നടത്തിയ ശേഷം ദമ്പതികൾ ഇരുവരും 2 വഴിക്ക് പിരിഞ്ഞു പോവുകയും പിന്നീട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ച് ഒരുമിക്കുകയും അടുത്ത ട്രെയിനിൽ കയറി യാത്ര ചെയ്തു എന്നും പോലീസ് മനസ്സിലാക്കി. പോലീസിൻ്റെ ഊർജിതമായ അന്വേഷണത്തിനൊടുവിൽ രാത്രിയോടെ ഇവർ കാസർഗോഡിലെ പടന്ന എന്ന സ്ഥലത്തെത്തിയതായി വിവരം ലഭിച്ചു. പോലീസ് പടന്നയിൽ ഇവർ താമസിച്ചിരുന്ന വീട് കണ്ടെത്തി. ഉടൻ തന്നെ പോലീസ് വീട്ടിലെത്തി പ്രതികളെ പിടികൂടി അറസ്റ്റ് രേഖപ്പെടുത്തി. മോഷണം നടത്തിയ സ്വർണ്ണമാല പ്രതികളിൽ നിന്നും കണ്ടെത്തി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.